അല്ലിജാബയിലും മറ്റും അതുപോലെ പല ചോദ്യോത്തര പ്രോഗ്രാമിലൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല പണ്ഡിതന്മാരുടെയൊക്കെ അവസാനം അള്ളാഹു ആലം എന്ന് പറയാറുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു വിവക്ഷ? വളരെ നല്ലൊരു ചോദ്യമാണ്. നമ്മൾ പൊതുവെ കേൾക്കുന്നതായൊരു ചോദ്യമാണ്. പലപ്പോഴും പണ്ഡിതന്മാർ, ഇപ്പോൾ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരും ഷെയ്ഖ്മാരായാലും അവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവസാനം പിന്നെ ഹദീസൊക്കെ ഉദ്ധരിക്കുകയാണെങ്കിൽ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും, അല്ലെങ്കിൽ അവസാനം അല്ലാഹു ആലം എന്ന് പറയും. അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര തന്നെ സത്യസന്ധമായിട്ട് പറഞ്ഞാലും അതിൻ്റെ യാഥാർത്ഥ്യം മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ ഒരു വിഷയത്തിൽ തന്നെ 2-3 അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇതിന് വിരുദ്ധമായ അഭിപ്രായങ്ങളുണ്ടാവും, ചിലപ്പോൾ ഇതിനോട് യോജിക്കുന്ന അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. നമ്മൾക്ക് അറിയിച്ചു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നത് അവരുടെ ഒരു സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് അവർ പറയുന്ന ഒരു പ്രയോഗമാണത്. അപ്പോൾ അള്ളാഹു ആലം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്ക് മാത്രമല്ല, നമുക്കത് അറിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ആ പറഞ്ഞത് അതിൻ്റെ ആൻസറാണ്, അതിൻ്റെ ഉത്തരമാണ്. നമ്മൾ റെഫർ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഹദീസിൻ്റെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. പക്ഷെ എന്നാലും സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് കൂടുതൽ അള്ളാഹു താലാക്കാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവൻ എന്ന് പറയുകയാണ്. അതിപ്പോൾ സഹാബികളുടെ ഒക്കെ ഒരു ശൈലിയാണ്. സലഫുകളായ ആളുകളൊക്കെ അവർ പറയുന്ന സമയത്ത് ഈ ഒരു ശൈലി സ്വീകരിക്കാറുണ്ട്. അതായത് സൂക്ഷ്മതയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രയോഗമാണ്. അതായത് എൻ്റെ പഠനത്തിനും നിരീക്ഷണത്തിനും അപ്പുറത്തേക്ക് വല്ലതും ഉണ്ടെങ്കിൽ അള്ളാഹ്ക്ക് അറിയാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു നല്ല സൂക്ഷ്മതയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. തീർച്ചയായും.